മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 16. പരീശന്മാരും സദൂക്യരും യേശുവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതിനായി സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. യേശു ഉത്തരം പറഞ്ഞു, സന്ധ്യയാകുമ്പോൾ ആകാശം ചുവന്നിരിക്കുന്നതുകൊണ്ട് കാലാവസ്ഥ നന്നായിരിക്കുമെന്നും പ്രഭാതത്തിൽ ആകാശം ചുവന്നും ഇരുണ്ടും ഇരിക്കുന്നതിനാൽ ഇന്ന് കാറ്റും മഴയും ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ കാലത്തിന്റെ ലക്ഷണങ്ങൾ വിവേചിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ദുഷ്ടതയും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും അതിന് ലഭിക്കുകയില്ല. പിന്നെ യേശു അവരെ വിട്ടുപോയി. അവർ തടാകത്തിന്റെ മറുകരയിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയി. യേശു അവരോട്, ജാഗ്രതയുള്ളവരായിരിക്കും, പരീശരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളി എന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി അവർ അന്യോന്യം പറഞ്ഞു, നാം അപ്പം കൊണ്ട് വരാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. യേശു അത് മനസ്സിലാക്കിയിട്ട് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതെന്ത്? നിങ്ങൾ ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലയോ? 5000 പേർക്ക് കൊടുത്ത 5 അപ്പത്തിന്റെ കാര്യവും എത്ര കുട്ട നിറച്ചെടുത്തു എന്നതും നിങ്ങൾ ഓർക്കുന്നില്ലേ? അല്ലെങ്കിൽ 4000 പേർക്ക് കൊടുത്ത 7 അപ്പത്തിന്റെ കാര്യവും എത്ര കുട്ട ശേഖരിച്ചു എന്നതും മറന്നുപോയോ? ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അപ്പത്തിന്റെ കാര്യമല്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കാഞ്ഞതെന്ത്? എന്നാൽ പരീശരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ. അദ്ദേഹം തങ്ങളോട് ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പത്തിനുപയോഗിക്കുന്ന പുളിമാവിനെ സംബന്ധിച്ചല്ല, പിന്നെയോ പരീശരുടെയും സദൂക്യരുടെയും ഉപദേശത്തെ സംബന്ധിച്ചാണ് എന്ന് അപ്പോൾ അവർ മനസ്സിലാക്കി. യേശു കൈസരിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട്, മനുഷ്യപുത്രൻ ആരാകുന്നുവെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അതിന് ശിഷ്യന്മാർ, യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലരും ഏലിയാവ് എന്ന് മറ്റു ചിലരും പറയുന്നു. വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്നും പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഞാൻ ആരാകുന്നുവെന്നാണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ചോദിച്ചു, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ശിമോൻ പത്രോസ് ഉത്തരം പറഞ്ഞു. അതിന് മറുപടിയായി യേശു പറഞ്ഞു, യോനായുടെ മകനായ ശീമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യനല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള കവാടങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെന്തും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെന്തും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയരുത് എന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മുതൽ യേശു താൻ യെരൂശലേമിലേക്ക് പോകേണ്ടതാണെന്നും മൂപ്പന്മാർ, മുഖ്യ പുരോഹിതന്മാർ, വേദജ്ഞർ എന്നിവരാൽ കഷ്ടം സഹിച്ച് കൊല്ലപ്പെടേണ്ടതാണെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ തുടങ്ങി. പത്രോസ് അദ്ദേഹത്തെ മാറ്റി നിർത്തി ശാസിച്ചു, കർത്താവേ, അതൊരിക്കലും പാടില്ല. അങ്ങേക്കത് ഒരു നാളും സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്റെ പുറകിൽ പോകുക. നീ എനിക്കൊരു പ്രതിബന്ധമാണ്. നീ ദൈവത്തിന്റെ കാര്യങ്ങളല്ല, മനുഷ്യരുടെ കാര്യങ്ങളത്രേ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ സ്വയം ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും. എന്നാൽ എനിക്ക് വേണ്ടി സ്വജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അഥവാ ഒരുവന് തന്റെ ജീവനു വേണ്ടി എന്ത് മറുവില കൊടുപ്പാൻ കഴിയും? മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ തേജസ്സോടെ ദൂതരുമായി വരും. അപ്പോൾ അവിടുന്ന് ഓരോ വ്യക്തിക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുന്നതിനു മുമ്പേ മരണം ആസ്വദിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു.